നമുക്ക് ബാങ്കിൽ നിന്ന് കടമായി എടുക്കുവാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള എല്ലാ സാധാരണക്കാരന്, പാവപ്പെട്ടവന് ബാങ്ക് അക്കൗണ്ട് തുറക്കുന്ന ജൻധൻ യോജന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, ഇത് ഏത് അംബാനിക്ക് വേണ്ടിയാ, ഏത് അദാനിക്ക് വേണ്ടിയാ? ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടി, പാവപ്പെട്ടവന് വേണ്ടി, പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടി ഇതുപോലൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ 60 വർഷക്കാലം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ടോ? അതുപോലെ ഇവിടെ 10 വർഷക്കാലമായി തുടർഭരണം നടത്തുന്ന ഈ കേരളത്തിൽ മാറി മാറി ഭരണത്തിലെത്തിയിട്ടുള്ള ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഈ രാജ്യത്തിലെ ഉദ്യോഗസ്ഥന്മാർ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ എന്താണെന്ന് അറിയാമോ? നമ്മുടെ രാജ്യത്തില് വർഷം തോറും 5 ലക്ഷം അമ്മമാര് ക്ഷയരോഗം വന്ന് മരിക്കുന്നു. അതിനു മുമ്പ് ഈ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് പ്രധാനമന്ത്രിമാർ അത് കണ്ടിട്ടുണ്ട്. അവരാരും ശ്രദ്ധിച്ചില്ല. പക്ഷേ നരേന്ദ്രമോദിയുടെ മുന്നിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നു. ഈ രാജ്യത്തില് വർഷം തോറും 5 ലക്ഷം അമ്മമാര് ക്ഷയരോഗം ബാധിച്ചു മരിക്കുന്നു. അദ്ദേഹം ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് അവര് മരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പുകയെടുപ്പിൽ, അതായത് വിറക് വെച്ച് അടുപ്പിൽ തീകരിക്കുന്ന അതിന്റെ ഫലമായി ക്രമാതീതമായ പുക ശ്വസിച്ചിട്ടാണ് ഈ ക്ഷയരോഗം വന്നവർ മരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ധാരാളം വിറക് കിട്ടും നമുക്ക്. പക്ഷേ നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിറകില്ല. ആ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവര് തീ കത്തിക്കുന്ന എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഈ ചാണകം പരത്തി വെച്ച് അതിനെ ഉണക്കിയെടുത്ത് വരളി എന്ന് പറയും, അത് വെച്ചിട്ടാണ് തീ കത്തിക്കുന്നത്. അതിന്റെ ഫലമായി ക്രമാതീതമായി പുക ഉയർന്നു വരാറുണ്ട്. അത് ശ്വസിച്ചിട്ട് ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത നമ്മുടെ അമ്മമാരും സഹോദരിമാരും ഡെയിലി 200ഓളം സിഗരറ്റ് വലിക്കുന്ന പുക ശ്വസിക്കുകയാണ് ആ വീട്ടിലുള്ള കുട്ടികളും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നരേന്ദ്രമോദി തീരുമാനിച്ചു, ഇനി ഇത് പാടില്ല. അതുകൊണ്ട് അവർക്ക് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ കൊടുക്കുവാൻ നരേന്ദ്രമോദി ഉജ്ജൽ യോജന എന്ന് പറയുന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി. പ്രിയമുള്ളവരെ, ഇന്ന് കോടിക്കണക്കിന് അമ്മമാർക്ക് ആ ഉജ്ജൽ യോജനയിലൂടെ ഗ്യാസ് കണക്ഷൻ ലഭിച്ചിരിക്കുന്നു. 60 വർഷം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ടോ? ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർക്കാരുകൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇതാണ് നരേന്ദ്രമോദി ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടി, പാവപ്പെട്ടവന് വേണ്ടി, പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന സർക്കാർ നരേന്ദ്രമോദി സർക്കാർ. അതുപോലെ നമുക്കറിയാം, നരേന്ദ്രമോദി ഭരണത്തിലിരിക്കുന്ന സമയത്താണ് മറ്റൊരു പദ്ധതി കൂടി കൊണ്ടുവന്നു. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുണ്ട്. ഒരുവിധം സമ്പത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവര് അപകട ഇൻഷുറൻസ് എടുക്കാറുണ്ട്, LIC പോയി ഇൻഷുറൻസ് ഒക്കെ എടുക്കാറുണ്ട്. പക്ഷെ പാവപ്പെട്ടവന് ഈ LICയിൽ പോയിട്ട് ഇൻഷുറൻസ് ഒന്നും എടുക്കാൻ നിവർത്തിയില്ല. അപ്പോൾ നരേന്ദ്രമോദി തീരുമാനിച്ചു, ഈ നാട്ടിലെ സാധാരണക്കാരന് ഇൻഷുറൻസ് പരിരക്ഷ വേണം. അവൻ മരണപ്പെട്ടാൽ അവന്റെ കുടുംബത്തിനോ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടണം. അവനൊരു അപകടം പറ്റിയാൽ അവന് ഇൻഷുറൻസ് പരിരക്ഷ വേണം. അങ്ങനെ 2 പദ്ധതികൾ അദ്ദേഹം ആരംഭിച്ചു. പ്രിയമുള്ളവരെ, വെറും 18 രൂപ, ഒരു മാസമല്ല, ഒരു വർഷം വെറും 18 രൂപ ബാങ്കിൽ അടച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി നരേന്ദ്രമോദി സർക്കാർ. അതുപോലെ തന്നെ വർഷം 250 രൂപ, വർഷം 250 രൂപ ബാങ്കിൽ അടച്ചാൽ അവർക്ക് ലൈഫ് ഇൻഷുറൻസ് ലഭിക്കുന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി നരേന്ദ്രമോദി സർക്കാർ. പ്രിയമുള്ളവരെ, നിങ്ങളത് ചിന്തിക്കുക. 60 വർഷക്കാലം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ടോ ഇതുപോലൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ? ഈ കേരളം കഴിഞ്ഞ 10 വർഷമായി തുടർച്ചയായി ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതുപോലൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ എങ്ങനെ? ആയിരക്കണക്കിന് പദ്ധതികളാണ് നരേന്ദ്രമോദി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, അമേരിക്ക ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യമായിട്ടുള്ള അമേരിക്ക പോലും അവരുടെ പൗരന്മാർക്ക് വേണ്ടി ആവിഷ്കരിച്ച് നടപ്പിലാക്കാത്ത ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നമുക്കെല്ലാവർക്കും അറിയാം, ആയുഷ്മാൻ ഭാരത്. അതായത് നമ്മുടെ ഒരു കുടുംബത്തില് ഒരാളിന് അസുഖം വന്നാൽ അവർക്ക് 5 ലക്ഷം രൂപ ചികിത്സാ സഹായം കിട്ടുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന ഒരു പദ്ധതി. അങ്ങനെ ഒരു പദ്ധതി ഈ ലോകത്തൊരിടത്തും അമേരിക്കയ്ക്ക് പോലും സാധിക്കാത്ത തരത്തിലുള്ള പദ്ധതി ആദ്യമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ നരേന്ദ്രമോദി സർക്കാർ. ആ ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന പദ്ധതി കേരളത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ മഹാരാജ്യത്തിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ആയുഷ്മാൻ ഭാരത് വന്നപ്പോ കേരളത്തിൽ നമ്മൾക്ക് പലർക്കും അത് ലഭിക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടായി.
അതിന് കാരണം ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ വിശദീകരിക്കുന്നില്ല. കാരണം വോട്ടിന് വേണ്ടി ഈ നാട്ടിലെ സാധാരണക്കാരന് ഒരു ചികിത്സാ സഹായം കിട്ടുന്ന സംവിധാനം വന്നപ്പോൾ പോലും ആദ്യം അതിനെ എതിർത്തവരാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ നിരവധി പേർക്കാണ് അതിന്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുള്ളത്. നിരവധി പേരോ ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് പാർട്ടിയുടെ ഒരു സംവിധാനത്തിൽ എല്ലാ സ്ഥലങ്ങളിലും നേതാക്കന്മാർ പോയി സമ്പർക്കം ചെയ്യണമെന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും എനിക്കും നിശ്ചയിച്ച ഒരു സ്ഥലത്തേക്ക് പോയി. ആ സ്ഥലത്ത് ചെന്ന സമയത്ത് അവിടെയുള്ള ചില പ്രവർത്തകർ എന്നെയും കൂട്ടി അവിടെ ഇങ്ങനെ ഓരോ വീടുകൾ സമ്പർക്കം ചെയ്യുകയാണ്. ആ സമയത്ത് ഒരു CPI നേതാവിന്റെ വീട് കണ്ടു. അപ്പോൾ പ്രവർത്തകർ പറഞ്ഞു, ഇതൊരു CPI നേതാവിന്റെ വീടാണ്, അവിടെ നമുക്ക് കയറാം. ഞാൻ പറഞ്ഞു കയറാം. നേരെ ആ വീട്ടിലേക്ക് കയറി ചെന്നു. അപ്പൊ സാമാന്യം നല്ല സാമ്പത്തിക ചുറ്റുപാടുള്ള കുടുംബമായിരുന്നു. ആ കുടുംബത്തിൽ അവിടെ ഇരുന്നു നമസ്കാരം പറഞ്ഞു സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, ഈ നരേന്ദ്രമോദിയുടെ എന്തെങ്കിലും ആ പദ്ധതിയിൽ ആനുകൂല്യം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നരേന്ദ്രമോദി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് പറയുന്നത് ആരാ? ഒരു CPIയുടെ നേതാവാണ്. ഇപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളി എന്നെ പരിഹസിക്കാൻ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ ചോദിച്ചത് നരേന്ദ്രമോദിയുടെ എന്തെങ്കിലും പദ്ധതി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അതാണ് പറഞ്ഞത്, ഞാൻ ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്നത് എനിക്കൊരു ബൈപ്പാസ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. നിങ്ങളുടെ നരേന്ദ്രമോദിയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ നിന്ന് 5 ലക്ഷം രൂപ ലഭിച്ചത് കൊണ്ടാണ് ഞാൻ ആ ഓപ്പറേഷൻ ചെയ്തിട്ട് ഇവിടെ വന്നിപ്പോ ജീവനോടെ ഇരിക്കുന്നത്. ഇത് പറഞ്ഞത് ഒരു CPIയുടെ നേതാവാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് കൂടി ചേർത്തിട്ടുണ്ട്, അവളെ അത് കാർഡാക്കണം, കാരണം അവർക്കും ചെറിയ അസുഖങ്ങളുണ്ട്. ഇതാണ് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ പോലും ഈ നരേന്ദ്രമോദി സർക്കാരിനെ നരേന്ദ്രമോദി അംഗീകരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ പദ്ധതിയിൽ മറ്റൊരു സംവിധാനം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് നരേന്ദ്രമോദി. എന്താ? ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു വീട്ടിൽ 70 വയസ്സ് കഴിഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ അയാൾ സമ്പന്നനാണോ പാവപ്പെട്ടവനാണോ അല്ലെങ്കിൽ പണക്കാരനാണെന്നോ യാതൊരു വേർതിരിവുമില്ലാതെ ഒരു കുടുംബത്തിൽ 70 വയസ്സ് കഴിഞ്ഞ ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് 5 ലക്ഷം രൂപ ചികിത്സാ സഹായം ലഭിക്കുന്ന പദ്ധതി. നമുക്കറിയാം, നമ്മുടെ എല്ലാ കുടുംബങ്ങളിൽ 70 വയസ്സ് കഴിഞ്ഞ ആൾക്കാരുണ്ടാവും. അവർക്ക് അസുഖം വരിക അത് സ്വാഭാവികമാണ്. ആ സമയത്ത് ഒരു പക്ഷേ സാമ്പത്തികമായി പാവപ്പെട്ടവർക്ക് ചികിത്സിക്കാൻ പറ്റില്ല. അങ്ങനെ 70 വയസ്സ് കഴിഞ്ഞ ഒരാൾ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ ആളിന് 5 ലക്ഷം രൂപ ആ ഒരൊറ്റ വ്യക്തിക്ക് ചികിത്സാ സഹായം കിട്ടുന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി നരേന്ദ്രമോദി സർക്കാർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ അമേരിക്കയ്ക്ക് പോലും സാധിക്കാത്ത ഈ തരത്തിലുള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ നരേന്ദ്രമോദി സർക്കാർ. ആ സർക്കാർ ഇത് ചെയ്യുമ്പോൾ 60 വർഷക്കാലം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് പോലെയുള്ള പ്രസ്ഥാനത്തിന് ഈ തരത്തില് ഒരു സംവിധാനം നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ 10 വർഷമായി ഈ കേരളം തുടർച്ചയായി ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന് ഇതുപോലൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ 2 സർക്കാരുകളെ വിലയിരുത്തിക്കൊണ്ട് ഈ 2 സർക്കാരുകളുടെയും പ്രവർത്തനങ്ങളെ നമ്മൾ പരസ്പരം വിലയിരുത്തിക്കൊണ്ടായിരിക്കണം ഈ പ്രാവശ്യം വോട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുവാൻ. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചുമരെഴുത്തുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. എന്താ എഴുതിയിരിക്കുന്നത്? അവർ പറയുകയാണ്, കഴിഞ്ഞ 10 വർഷം എന്ന് പറഞ്ഞത് പെൻഷൻ മുടക്കമില്ലാത്ത 10 വർഷം. ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പെൻഷൻ മുടങ്ങാത്ത 10 വർഷം. ഇതാണ് ചുമരെഴുത്ത്. നമ്മളത് ചിന്തിച്ചു നോക്കൂ. ഇത്രയും ഉളുപ്പില്ലാതെ സംസാരിക്കാൻ ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ലാതെ ആർക്കെങ്കിലും സാധിക്കുമോ? പെൻഷൻ മുടങ്ങിയതിന്റെ ഫലമായിട്ട് ഒരമ്മ പിച്ചച്ചട്ടിയുമായി പിച്ചയെടുക്കുന്ന കാഴ്ച ഈ കേരളത്തിലെ ചാനലുകൾ മുഴുവൻ കാണിച്ചു. എന്നിട്ട് യാതൊരു വ്യത്യാസവുമില്ലാതെ യാതൊരു എളുപ്പമില്ലാതെ ചുമരെഴുതി വെക്കുന്നു. കഴിഞ്ഞ 10 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ പെൻഷൻ മുടങ്ങാത്ത 10 വർഷങ്ങൾ. എൻ്റെ വീടിൻ്റെ അടുത്ത് ചുമരെഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ CPMന്റെ ഒരു നേതാവ് വന്ന് ചുമരെഴുതിക്കുകയാണ്. ഞാൻ അതുവഴി കയറി വന്നപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, അഴിമതിയില്ലാത്ത 10 വർഷം. ഞാൻ അവിടെ നിന്ന് നേതാവിനോട് പറഞ്ഞു, അണ്ണാ ഇത് തെറ്റാണ്, നിങ്ങൾ തിരുത്തി എഴുതണം. അപ്പം എന്നോട് ചോദിച്ചു, എന്താ ദിനേശ്? ഞാൻ പറഞ്ഞു, അഴിമതിയില്ലാത്ത 10 വർഷമല്ല, അഴിമതി മാത്രമുള്ള 10 വർഷം എന്ന് എഴുതി വെക്കണം. അപ്പോൾ അയാൾ തൊഴുതുകൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നു ദിനേശ്, നീ ഒന്ന് പോ. അപ്പൊ ഇതാണ് അവസ്ഥ. അങ്ങനെ കേരളം ഇന്ന് അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റിയിരിക്കുന്നു. കേരളത്തിൽ ഇന്ന് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ശബരിമലയിലെ സ്വർണം പോലും അടിച്ചു മാറ്റുന്ന സാഹചര്യം ഇന്ന് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു. ശബരിമലയിലെ സ്വർണം അല്ലെ, അതിനു മുമ്പ് സ്വർണം അടിച്ചുകൊണ്ട് പോയി.
സ്വർണ്ണ കള്ളക്കടത്ത് നമുക്കറിയാം. ബിരിയാണി ചെമ്പിൽ സ്വർണം കൊണ്ടുവന്ന് നമുക്കറിയാം. ഒരു മതം അതിൻ്റെ വിശുദ്ധ ഗ്രന്ഥമായി കരുതുന്ന ഖുർആനകത്ത് പോലും ഈ തരത്തിൽ സ്വർണം കടത്തിയത് നമുക്കറിയാം. എന്നിട്ട് പറഞ്ഞത് എന്താ? തെളിവില്ലല്ലോ, ഞങ്ങൾക്കെതിരെ തെളിവില്ലല്ലോ. അതങ്ങനെയാ, വലിയ പഠിച്ച കള്ളന്മാരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, അവരെ പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല. കായംകുളം കൊച്ചുണ്ണിയെ പോലുള്ള ആൾക്കാരെയൊക്കെ പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പഠിച്ച കള്ളന്മാരെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. അവരുടെ കള്ളത്തനം വർഷങ്ങൾക്ക് ശേഷമായിരിക്കും പിടിക്കപ്പെടുന്നത്. എനിക്ക് തെളിവില്ലല്ലോ എന്നാണ് അവർ പറയുന്നത്. ഇന്നിതാ അവസാനം ശബരിമല അയ്യപ്പന്റെ സ്വർണം കൂടി അടിച്ചു കൊണ്ടുപോയി. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇന്നിതാ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ശബരിമലയ്ക്കെതിരല്ല, ഞങ്ങൾ ഇന്ന് ശബരിമലയ്ക്കെതിരല്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ ഇപ്പോൾ പറയുന്നത്. അവർ പറയുന്നു, ഞങ്ങളിതാ കോടതിയിൽ പറഞ്ഞിരിക്കുന്നു, അവിടെ യുവതീ പ്രവേശനത്തിന് ഞങ്ങളെതിരല്ല. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ അവിടെ സ്ക്വാഡിന് വന്ന CPM പറഞ്ഞതാണ്, ഞങ്ങളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ശബരിമലയിൽ യുവതികളെ കയറ്റാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ നിലപാടെന്ന് ഞങ്ങൾ കോടതിയിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. പ്രിയമുള്ളവരെ, ഇത് പച്ചക്കള്ളമാണ്. കോടതിയിൽ എന്താ പറഞ്ഞത്? കോടതിയിൽ സർക്കാർ പറഞ്ഞിരിക്കുന്നത് അവിടെ യുവതികളെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നല്ല, നേരെ മറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? അവിടെ യുവതികളെ പ്രവേശിപ്പിക്കണോ വേണ്ടയോ എന്ന് ആര് തീരുമാനിക്കണം? അതുമായി ബന്ധപ്പെട്ടവർ കൂടിയാലോചിച്ച് തീരുമാനിക്കണം. അല്ലാതെ അവിടെ കേറ്റണ്ട എന്ന് പറയുവാനുള്ള നട്ടല്ല ഈ നിമിഷം വരെ ഈ സർക്കാരിനില്ല. എന്നിട്ട് വീട് തോറും കയറി ഇറങ്ങി പറയുകയാണ്, ഞങ്ങളിതാ ശബരിമല അവിടെ യുവതികളെ പ്രവേശിപ്പിക്കുന്നതിനെതിരായിട്ട് ഞങ്ങൾ കോടതിയിൽ പോയിരിക്കുന്നു, അല്ലെങ്കിൽ കോടതിയിൽ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്ന്. ഇങ്ങനെ നിരവധി കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ഒരുപാട് തള്ളലുകളാണ് ഈ കേരളത്തിൽ നടക്കുന്നത്. ഈ നമ്മുടെ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലെ MLA, അദ്ദേഹം ഇവിടുത്തെ മന്ത്രിയാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഒരു മന്ത്രി ഉണ്ടാകുന്നത്. ആ മന്ത്രി ഇപ്പൊ പറയുന്നത്, ഈ ഞാൻ വന്നതിന് ശേഷം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവന്നു എന്ന. പ്രിയമുള്ളവരെ, ഒരു വികസന പ്രവർത്തനം ഇപ്പൊ എടുത്തു പറയുവാൻ സാധിക്കുന്ന ഒരു വികസന പ്രവർത്തനം പോലും ഈ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കാത്ത ഒരു മന്ത്രിയാണ് ഈ നെടുമങ്ങാടിനുണ്ടായിരുന്നത്. നമുക്കറിയാം, ഭക്ഷ്യമന്ത്രിയാണ്. ഇവിടെ ക്രമാതീതമായി കഴിഞ്ഞ 10 വർഷക്കാലം ഓരോ പ്രാവശ്യവും കഴിഞ്ഞ 5 വർഷക്കാലം പ്രത്യേകിച്ച് എടുത്തു നോക്കിയാൽ എന്താ, നിത്യേന എന്നോളം ഇവിടെ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിച്ചു. അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ ആ വിപണിയിൽ ഇടപെടേണ്ട ആളാരാ? ഇവിടുത്തെ മന്ത്രിയല്ലേ. വിപണിയിൽ ഇടപെടുവാനോ ആ വിലക്കയറ്റം നിയന്ത്രിച്ചു നിർത്തുവാനോ ഒരു ചെറുവിരൽ അനക്കാത്ത മന്ത്രിയാണ് ഈ നിയമസഭാ മണ്ഡലത്തിലുള്ളത്. എന്നിട്ട് പറയുകയാണ്, ഞാൻ എല്ലാ പുരോഗതിയും എല്ലാ വികസനവും എല്ലാ മുന്നേറ്റവും ഉണ്ടാക്കിയെന്ന്. ഈ തള്ളലിനൊരു കുറവുമില്ല. അതല്ലേ, അതുകൊണ്ടാണല്ലോ കേരളത്തിൽ പറയപ്പെടുന്നത് കേരളം മുന്നോട്ടാണ് പോകുന്നത്. കേരളത്തിൽ പിണറായി വിജയൻ പറയുന്നത് എന്താ? കേരളത്തിൻ്റെ ആരോഗ്യ മേഖല മുന്നിലാണ്, കേരളത്തിൻ്റെ വ്യവസായിക മേഖല മുന്നിലാണ്, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല മുന്നിലാണ്, എല്ലാ തരത്തിലും നമ്മൾ മുന്നിലാണ്. പിണറായി വിജയൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറയുകയാണ്, എന്നോട് വളരെ വലിയ ഒരു പണക്കാരൻ, ആ പണക്കാരൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? എനിക്ക് ഈ കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ പോയി ചികിത്സിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ മറ്റുള്ള നാട്ടുകാർ എന്നെ പിശുക്കനെന്ന് വിളിക്കും, അതുകൊണ്ടാണ് ഞാൻ സർക്കാർ ആശുപത്രിയിൽ പോവാത്തതെന്ന്. അത്ര പുരോഗതിയാണ് നമ്മുടെ സർക്കാർ ആശുപത്രി, അല്ലേ? ഈ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ എന്താ, ഒരു കൊച്ചുകുട്ടി, ആ കുട്ടിയുടെ കയ്യിൽ നമുക്ക് 5 വിരലുണ്ട്, കുട്ടിക്ക് ഒരു വിരലും കൂടി, ഒരു കുഞ്ഞു വിരലും കൂടി ഉണ്ടായിരുന്നു, 6ാമത്. അമ്മയ്ക്കും അച്ഛനും അതൊരു വിഷമം, അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാലോ. അങ്ങനെ ഡോക്ടറെ കണ്ടു, ഡോക്ടർ പറഞ്ഞു, ഓ അതിനെന്താ, കട്ട് ചെയ്ത് കളയാമല്ലോ. അങ്ങനെ ഈ തൂങ്ങിക്കിടക്കുന്ന ചെറിയ വിരൽ കട്ട് ചെയ്ത് കളയുവാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ ചെയ്യിച്ചു. അമ്മയും അച്ഛനും കൂടി പാവം കുട്ടിയെ രാവിലെ കുളിപ്പിച്ച് റെഡിയാക്കി ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോയി. ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറി കുറച്ച് അമ്മയും അച്ഛനും വെളിയിരുന്നു. കുറേ സമയം കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് കുട്ടി ഇറങ്ങി വന്നപ്പോൾ കുട്ടിയുടെ കയ്യിൽ ആ വിരൽ അതുപോലെ തന്നെ ഉണ്ട്, അതുപോലെ തൂങ്ങിക്കിടക്കുന്നു. പക്ഷെ കുട്ടി സംസാരിക്കാൻ പറ്റുന്നില്ല. കുട്ടിയുടെ നാവിന് ഓപ്പറേഷൻ ചെയ്തു. കൈയുടെ കുഞ്ഞു വിരലിന് ഓപ്പറേഷൻ ചെയ്യുവാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയ കുട്ടിയെ തിരിച്ചു വന്നപ്പോൾ നാവിന് ഓപ്പറേഷൻ ചെയ്ത് വിട്ടിരിക്കുന്നു. ഇതാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല. ഒരു കുട്ടിയുടെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, ഒരു പെൺകുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയുണ്ടായത്.
കുട്ടി വീണു, കയ്യിലൊരു ചെറിയ പൊട്ടലോ എന്തോ ഉണ്ടായി, ആശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ പരിശോധിച്ചിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. അവരെ പഞ്ഞി യന്ത്രമൊക്കെ വെച്ച് കെട്ടി വീട്ടിയിട്ടു. കുട്ടിക്ക് വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. പിറ്റേ ദിവസം കുട്ടി വീണ്ടും വന്നു. രക്ഷകർത്താക്കൾ കൊണ്ടുവന്നു. കുട്ടിക്ക് നല്ല വേദനയുണ്ട്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു അത് വീണ ഒത്തി വേദനയൊക്കെ കാണും. വീണ്ടും എല്ലാം വെച്ച് കെട്ടി വീണ്ടും വിട്ടു. 6 ദിവസം കഴിഞ്ഞ് ആ കുട്ടിയെ കൊണ്ടുവന്നു. ആ കുട്ടിയുടെ വേദന സഹിക്കാൻ പറ്റാതെ അവസാനം കെട്ടടിച്ച് നോക്കുമ്പോൾ അതിനകത്ത് എല്ല് പൊട്ടിയിട്ട് അത് കുത്തിക്കേറി പഴുത്ത് ആ മുറിവുകളെല്ലാം ആ പഴുത്ത വ്രണങ്ങളിലെല്ലാം പുഴുവരിച്ച് അവസാനം ആ പെൺകുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ട സാഹചര്യമുണ്ടായി ഈ കേരളത്തിൽ. എന്നിട്ടാണ് ഇവിടെ പറയുന്നത് ആരോഗ്യ മേഖല മുന്നിലാണെന്ന്. ഇനി ഓപ്പറേഷന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ പോയാൽ എന്താ അവസ്ഥ? കത്തിരി അതിനകത്ത് വെച്ച് തുന്നിക്കെട്ടും. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എന്താ പഞ്ഞി അതിനകത്ത് വെച്ച് തുന്നിക്കെട്ടും. ഇതാണ് കേരളത്തിലെ അവസ്ഥ. ഇനി നമ്മൾ ICUവിൽ പോയി കിടക്കാമെന്ന് വിചാരിച്ചാലോ? സാധാരണ നമ്മളെ ഒരു രോഗിയെ ICUവിലാക്കി കഴിഞ്ഞാൽ നമുക്കാർക്കും കയറാൻ പറ്റില്ല, എല്ലാവരും പുറത്ത് നിർത്തിയിരിക്കും. ഡോക്ടർമാരാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ തൊണ്ടയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായിട്ട്, ഒരു തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ടായിട്ട് ഒരു സഹോദരിയെ ICUവിൽ പ്രവേശിച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞു. ആ ICUവിൽ കിടന്നപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഒരു ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് കിടത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു മയക്കം വിട്ടിട്ടില്ല. ആ ICUവിനകത്ത് വെച്ച് ആ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഈ കേരളത്തിലെ ആണ് നടന്നത്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കുറിച്ച് ഇവിടെ പ്രസംഗിക്കുമ്പോഴാണ് ഇതെല്ലാം നടക്കുന്നത്. അതുപോലെ തന്നെ ആശുപത്രിയിൽ പോയ ഒരു മകളോടൊപ്പം കൂട്ടിരിക്കാൻ പോയ ഒരു സഹോദരി, ഒരു അമ്മയ്ക്കുണ്ടായ ഗതികേട് നമുക്കറിയാം. കാരണം എന്താ? ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണു. ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണപ്പോ അവിടെ ഓടിയെത്തി ആരാ വന്നത്? നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജും വാസവൻ മന്ത്രിയും അവിടെ പാഞ്ഞെത്തിയിട്ട് ചാനലുകാരെ എല്ലാം വിളിച്ചു നിർത്തിയിട്ട് പറയുകയാണ്, ഇല്ല അവിടെ ആരും പോകാറില്ല, അതാരും ഉപയോഗിക്കാറില്ല. അപ്പോഴും ആ പെൺകുട്ടി പറയുകയാണ് എൻ്റെ അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലും അതിനെക്കുറിച്ച് അത് എങ്കിലൊന്ന് നോക്കണമെന്ന് പറയുന്നതിന് പകരം ചാനലുകാരുടെ മുന്നിൽ വന്നു നിന്ന് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് ന്യായീകരിക്കാനുള്ള ശ്രമമാണ് പ്രിയമുള്ളവരെ അവിടെ നടന്നത്. പക്ഷേ ആ സമയത്ത് ആ മണ്ണിനടിയിൽ, ആ കെട്ടിട അവശിഷ്ടങ്ങളടിയിൽ ആ സ്ത്രീ, ആ സഹോദരി ജീവശ്വാസത്തിനു വേണ്ടി പിടഞ്ഞു മരിക്കുന്ന സാഹചര്യം അത് ഈ കേരളത്തിലുണ്ടായി. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു വന്നത്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ അവസ്ഥ ഇതാ. അപ്പോഴാണ് പിണറായി വിജയൻ പറയുന്നത്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു സമ്പന്നൻ വന്ന് എന്നോട് പറയുകയാണ്, അതായത് എനിക്ക് സർക്കാർ ആശുപത്രിയിൽ പോയി ചികിത്സിക്കണം, അതാണ് എൻ്റെ ഇഷ്ടം. പക്ഷേ നാട്ടുകാരെന്നെ പിശുക്കനെന്ന് വിളിക്കും, അതുകൊണ്ടാണ് പോകാത്തതെന്ന്. ഇതാണ് കേരളത്തിൻ്റെ ആരോഗ്യം. നമുക്ക് ആ സമയത്ത് ഒരു സംശയമുണ്ട്. സ്വാഭാവികമായി നിങ്ങൾക്ക് എല്ലാവർക്കും ആ സംശയം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കും ആ സംശയമുണ്ട്. അത് വേറൊന്നുമല്ല, അങ്ങനെ കേരളം ആരോഗ്യ മേഖലയിൽ 1-ാം സ്ഥാനത്താണെങ്കിൽ, ലോകോത്തര തലത്തിൽ 1-ാം സ്ഥാനത്തിലാണെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ എന്തിനാ അദ്ദേഹത്തിന്റെ അസുഖത്തെ കുറിച്ച് പറയുവാണെന്ന് തയ്യാറാകുന്നില്ല? എന്തിനാണ് അദ്ദേഹം അമേരിക്കയിൽ ചികിത്സിക്കാൻ പോകുന്നത്? ഈ നാട്ടിലെ ജനങ്ങളോട് പറയണ്ടേ? അദ്ദേഹത്തിനൊരു മൂലക്കുരുവിന്റെ അസുഖം വന്നാൽ അദ്ദേഹം ചികിത്സിക്കാൻ അമേരിക്കയിൽ എന്തിനാ പോകുന്നത്? ഈ നാട്ടിൽ ആരോഗ്യ മേഖലയിൽ നമ്മൾ 1-ാം തരത്തിലാണെങ്കിൽ, പ്രിയമുള്ളവരെ, ഇങ്ങനെയാണ് ആരോഗ്യ മേഖലയുടെ തലമെങ്കിൽ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് നമ്മുടെ ശിവൻകുട്ടി അണ്ണൻ പറയുന്നു. നമുക്കറിയാമല്ലോ, കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ 1-ാം സ്ഥാനത്തെന്നാ പറയുന്നത്. ശിവൻകുട്ടി അണ്ണൻ പറയുന്നത് കേരളത്തിലെ സ്കൂളുകളെല്ലാം ഹൈടെക് ആണ്. കേരളത്തിലെ സ്കൂളുകളെല്ലാം ഹൈടെക് ആണ്. ആ ഹൈടെക് ആയിട്ടുള്ള സ്കൂളുകൾ കണ്ടിട്ട് ആ റോഡ് യാത്ര ചെയ്തു പോകുന്നവരെല്ലാം പറയുന്നു, ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ ആ സ്കൂളുകൾ കണ്ടിട്ട് റോട്ടിൽ പോകുന്ന ആൾക്കാർ ഇത് 5 സ്റ്റാർ ഹോട്ടലാണോ എന്ന് കരുതി അവിടെ കയറി റൂം ചോദിക്കുന്നതാണ്. സത്യമാണ്. റൂം ചോദിക്കുന്ന വല്ല ആത്മഹത്യ ചെയ്യാൻ പോകുന്നവനായിരിക്കും. കാരണം എന്താ? ഹൈടെക് സ്കൂൾ നമ്മൾ കണ്ടതാ. ഒരു കുട്ടി ഷോക്കേറ്റ് മരിച്ചപ്പോ ഇവിടുത്തെ ചാനലുകൾ മുഴുവൻ കാണിച്ചതാണ് ആ സ്കൂളിന്റെ ഹൈടെക്കിന്റെ അവസ്ഥ. അത് മാത്രമല്ല, അങ്ങനെയുള്ള ഹൈടെക് സ്കൂളാ. ഈ ഹൈടെക് സ്കൂളിൽ നിന്നാണ് പാമ്പ് കടിച്ച് ഒരു കുട്ടി മരിച്ചത്. ആ കേരളത്തിൽ നിന്നുകൊണ്ടാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു കേരളത്തിലെ സ്കൂളുകളെല്ലാം ഹൈടെക് ആണെന്ന്. ഇതാണ് കേരളത്തിലെ തള്ളലിന്റെ പ്രത്യേകത.
തള്ളാൻ യാതൊരു മടിയുമില്ലാത്ത അവസ്ഥ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പ്രിയങ്കരനായ പ്രതിരോധ മന്ത്രി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഈ ദുർഭരണം അവസാനിപ്പിക്കാനുള്ള സുവർണാവസരമാണ് ഈ വരുന്ന 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ ഈ കേരളത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളതിനോ യാതൊരു സംശയവുമില്ല. നവംബർ മാസം 9-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ തൊട്ടടുത്ത മാസം 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ ഏകദേശം ഒരു 11 മണി ആകുന്ന സമയത്ത് കേരളത്തിൽ ഏകദേശം 20ഓളം സ്ഥലങ്ങളിൽ താമര വിരിയുമെന്നുള്ളതിനോ യാതൊരു സംശയവുമില്ല. അത് നമുക്ക് ഉറപ്പാണ്. ഈ കേരളം ഇനി എങ്ങോട്ട് നീങ്ങണമെന്ന് തീരുമാനിക്കുന്നത് BJP ആണ്, ഭാരതീയ ജനതാ പാർട്ടിയാണ്, NDA സഖ്യമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ പറയുന്നത് പോലെ ഈ പ്രാവശ്യം നമ്മൾ ജയിച്ചിരിക്കും. നമ്മളെ ഇവിടെ ജയിക്കൂ, വേറെ ആരും ഇവിടെ ജയിക്കാൻ പോകുന്നില്ല. അതാണ് ഇവിടത്തെ അവസ്ഥ. നമ്മൾ ജയിച്ചിരിക്കും. ഈ കേരളം ഒന്നുകിൽ നമ്മൾ ഭരിക്കും, അല്ലെങ്കിൽ ഈ കേരളം ആര് ഭരിക്കണമെന്ന് BJP തീരുമാനിക്കും, NDA സഖ്യം തീരുമാനിക്കും. ആ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. അതുകൊണ്ട് ഇനി വരുന്ന 8 ദിവസങ്ങൾ, ഇനി വരുന്ന വെറും 8 ദിവസങ്ങൾ, 9-ാം ദിവസം നമ്മൾ വോട്ട് ചെയ്യാൻ പോകുക. ഈ 8 ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. നമ്മളുടെ ഓരോ പ്രവർത്തകനും ഊണും ഉറക്കവുമില്ലാതെ എന്ന് പറഞ്ഞതുപോലെ എല്ലാം മറന്ന്, സർവ്വതം മറന്ന് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ എപ്പോഴെങ്കിലും ഒരാളെങ്കിലും ജയിക്കണം, ജയിച്ചു വരണം എന്നുള്ള ആഗ്രഹം മനസ്സിലേറിക്കൊണ്ട് എത്രയോ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന അനവധി പ്രവർത്തകരുണ്ട്. അവരുടെ മുന്നിലേക്ക് പ്രിയമുള്ളവരെ എനിക്ക് പറയുവാനുള്ളത്, ഈ പ്രാവശ്യം നമുക്ക് വിജയിച്ചേ പറ്റൂ. അതുകൊണ്ട് ഇനി വരുന്ന 8 ദിവസം, ഈ വരുന്ന 8 ദിവസം സർവ്വതം മറന്ന് സകലതം മറന്ന് പ്രവർത്തിക്കുവാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. നമ്മുടെ ആരാധ്യനായ പ്രതിരോധ മന്ത്രി ഈ നോർത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീ SR രജികുമാറിനെ ക്ഷണിക്കുകയാണ്. ആദ്യമായി വന്ദേ മാതരം മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ ഷിജു, വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ मंत्री से जुड़े हुए लोगों का नाम आया था. നിങ്ങൾ പലരും പൊന്മാൻ എന്ന സിനിമ കണ്ടു കാണും. നിങ്ങൾ അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി സ്വർണത്തിന് വേണ്ടി ആളുകൾ എങ്ങനെയാണ് ധാർമ്മികതയും ബന്ധങ്ങളും പോലും അപകടത്തിലേക്ക് ആക്കുന്നു എന്നുള്ള ഒരു സിനിമയായിരുന്നു. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ പൊന്മാൻ എന്ന സിനിമ സാങ്കല്പികമാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ യഥാർത്ഥ പൊന്മാൻ കഥ നടന്നത് 2020-ലാണ്. അന്ന് സംസ്ഥാന സർക്കാർ സ്പോൺസർ ചെയ്ത ഒരു സ്വർണ്ണക്കടത്ത് അഴിമതി ഇവിടെ നടന്നിരുന്നു. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകളും ഈ അഴിമതിയിൽ ഉൾപ്പെട്ടിരുന്നു. LDF के शासन में AI कैमरा स्कैम, के-फोन प्रोजेक्ट स्कैम और लाइफ मिशन स्कैम जैसे घोटालों की एक पूरी लंबी लिस्ट है जिसमें जनता के पैसे को लूटा गया है. कोचिन मिनरल्स एंड रूटेल लिमिटेड से जुड़े एक मामले में तो केरलम के मुख्यमंत्री के परिवार के सदस्य तक मनी लॉन्ड्रिंग के आरोपी हैं. LDF ഭരണകാലത്ത് AI ക്യാമറ അഴിമതി, K-ഫോൺ പ്രോജക്ട് അഴിമതി, ലൈഫ് മിഷൻ അഴിമതി തുടങ്ങിയ അഴിമതികളുടെ ഒരു നീണ്ട പട്ടിക തന്നെ ഉണ്ട്. അതിൽ പൊതുജനങ്ങളുടെ പണം കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്.
കൊച്ചിൻ മിനറൽ ആൻഡ് റിറ്റെയിൽ ലിമിറ്റഡ് CMRL ബന്ധപ്പെട്ട ഒരു കേസിൽ കേരള മുഖ്യമന്ത്രിയുടെ ഒരു കുടുംബാംഗം പോലും കള്ളപ്പണം വെളുപ്പിച്ചതായി ആരോപണമുണ്ട്. जैसी एलडीएफ है वैसी ही यूडीएफ है, उसका रिकॉर्ड भी बहुत गंदा है। सोलर स्कैम, बार ब्राइबरी स्कैम, पलारी व टोम ब्रिज घोटाला और पामोलिन ऑयल इंपोर्ट स्कैंडल सभी यूडीएफ की उस राजनीति की तस्वीर पेश करते हैं जहां भ्रष्टाचार और कमीशन तथा सांठगांठ यह आम बात थी। चुनाव में तो एलडीएफ और यूडीएफ इस बात पर लड़ते हैं कि किसे जनता का ज्यादा वोट मिलेगा, लेकिन जब ये सत्ता में आते हैं तो कंपटीशन यह होता है कि सबसे ज्यादा भ्रष्टाचार कौन करेगा। UDF-ഉം LDF-നെ പോലെ തന്നെയാണ്. അതിന്റെ റെക്കോർഡും വളരെ മോശമാണ്. സോളാർ അഴിമതി, ബാർക്കോഴ അഴിമതി, പാലാരിവട്ടം പാലം അഴിമതി, പാമോയിൽ ഓയിൽ ഇറക്കുമതി അഴിമതി, ഇവയെല്ലാം അഴിമതി, കമ്മീഷനുകൾ, ഒത്തുകളി എന്നിവ സാധാരണമായ ഒരു UDF രാഷ്ട്രീയത്തിന്റെ ഒരു ചിത്രമാണ് നമ്മുടെ മുന്നിൽ വെക്കുന്നത്. തെരഞ്ഞെടുപ്പുകളിൽ ആർക്കാണ് കൂടുതൽ വോട്ട് ലഭിക്കുക എന്നതിനെ ചൊല്ലി LDF-ഉം UDF-ഉം പോരാടുന്നു. എന്നാൽ അവർ അധികാരത്തിൽ വരുമ്പോൾ ആരാണ് കൂടുതൽ അഴിമതി നടത്തുക എന്നതിനെ ചൊല്ലിയാണ് മത്സരം. इसीलिए मैं कहता हूं कि एलडीएफ और यूडीएफ एक ही हैं, भ्रष्टाचार के मामले में भी, जनता को लूटने के मामले में भी और तुष्टीकरण यानी अपीजमेंट के मामले में भी। इसी तरह एलडीएफ ने कुछ सोने के टुकड़ों के लिए अयप्पा भगवान को भी धोखा दिया है। देश की और केरल की जनता अब उनसे यह पूछ रही है, आखिर सबरीमाला मंदिर का सोना कहां गया? അതുകൊണ്ടാണ് അഴിമതി UDF-ഉം LDF-ഉം അതുകൊണ്ടാണ് അഴിമതി, പൊതുജനങ്ങളുടെ കൊള്ളയടിക്കൽ, പ്രീരണം എന്നിവയിൽ കാര്യത്തിൽ LDF-ഉം UDF-ഉം പോലെയാണെന്ന് ഞാൻ പറയുന്നു. കേരളം സ്വന്തം ആയിട്ടുള്ള ഒരു നാടെന്നറിയപ്പെടുന്ന അവിടെ അയ്യപ്പന്റെ ശബരിമലത്തിന്റെ കൊള്ളയടിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു. ആ ശബരിമലയിലെ സ്വർണം എങ്ങോട്ടാണ് പോയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. मुझे बताया गया है कि कुछ कम्युनिस्ट पार्टी के नेताओं ने सोना की चोरी किया और इस चोरी के सोने को बेचने में कांग्रेस के नेताओं ने उनकी मदद की है। इस केस के मुख्य आरोपी की तस्वीर भी कांग्रेस के बड़े नेताओं के साथ है। इस बात से यह पूरी तरह से साफ हो जाता है भ्रष्टाचार में कौन लिखता। और इस बात से आप क्या समझते हैं? समझना यह है कि यह गंगाधर ही शक्तिमान है, यानी एलडीएफ और यूडीएफ दोनों एक ही हैं। ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ സ്വർണം മോഷ്ടിച്ചു, കോൺഗ്രസ് നേതാക്കൾ അത് വിൽക്കാൻ സഹായിച്ചു. ഈ കേസിലെ പ്രധാന പ്രതിയെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളോടൊപ്പം ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം വ്യക്തമാക്കുന്നത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായാൽ എന്താണെന്ന്, ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്? ഗംഗാധരൻ തന്നെയാണ് ശക്തിമാൻ എന്ന്. ഇതിന്റെ അർത്ഥം LDF-ഉം UDF-ഉം ഒന്നാണെന്നാണ്. केरल सरकार को यह स्पष्ट करना होगा कि आखिर मंदिर की संपत्ति की रक्षा में इतनी बड़ी चूक कैसे हुई। एलडीएफ सरकार बार बार करोड़ों श्रद्धालुओं की आस्था को ठेस पहुंचाने का काम करती है और हम 2018 की घटना नहीं भूले हैं जब सबरीमाला मंदिर की परंपराओं और श्रद्धालुओं की भावनाओं के खिलाफ जाकर मंदिर में यहां की सरकार ने एंट्री कराई थी। और आज भी एलडीएफ अपना पक्ष साफ नहीं कर रही है, वेग स्टैंड ले रही है। वह भी चुनाव तक, जैसे ही चुनाव होगा ये लोग फिर भगवान अयप्पा के भक्तों का अपमान करेंगे। ക്ഷേത്രത്തിന്റെ സ്വത്ത് സംരക്ഷിക്കുന്നതിൽ ഇത്രയും വലിയ വീഴ്ച സംഭവിച്ചത് എങ്ങനെയാണെന്ന് കേരള സർക്കാർ വിശദീകരിക്കണം. ദശലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തെയാണ് LDF സർക്കാർ ആവർത്തിച്ച് വ്രണപ്പെടുത്തിയത്. ഭക്തരുടെ പാരമ്പര്യങ്ങൾക്കും വികാരങ്ങൾക്കും വിരുദ്ധമായി 2018 സർക്കാർ ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിച്ച സംഭവം നമ്മൾ മറന്നിട്ടില്ല. ഇന്നും LDF നിലപാട് വ്യക്തമാക്കുന്നില്ല, അവ്യക്തമായിട്ട് നിലപാട് സ്വീകരിക്കുന്നു. അതും തിരഞ്ഞെടുപ്പ് നടന്നാൽ ഉടൻ ഈ ആളുകൾ വീണ്ടും അയ്യപ്പ ഭക്തരെ അഭിമാനിക്കും. बहनों भाइयों, केरलम में न तो भगवान सुरक्षित हैं और न तो इंसान सुरक्षित है। आज यहां आम आदमी खुलकर अपनी बात नहीं कह पाता है। विरोध करने वालों को अपनी जान से हाथ धोना पड़ता है। हमारे सैकड़ों कार्यकर्ताओं का कम्युनिस्टों ने मर्डर किया है। याद कीजिए 2016 की कन्नूर की वो घटना जब पीवी सुजीत की उनकी मां के सामने ही ब्रूटल तरीके से हत्या कर दी गई थी। यह अकेली घटना नहीं है। हमेशा दुनिया भर से कम्युनिस्टों ने हिंसा और लूट और खून खराबे का रास्ता उन्होंने बराबर अपनाया है। भारत में भी आजादी के बाद से ही कम्युनिस्टों ने हमेशा हिंसा की है।
भाजपा और आरएसएस के कार्यकर्ता केरल में दशकों से कितनी यातना झेल रहे हैं, इसे जानना हो तो आज जो हमारे राज्यसभा के मेंबर ऑफ पार्लियामेंट हैं सदानंद मास्टर जी की कहानी काफी है। सीपीएम समर्थकों ने सदानंद जी के दोनों पैर काट लिए थे। ഇന്ന് കേരളത്തിൽ ദൈവമോ മനുഷ്യരോ സുരക്ഷിതരല്ല. ഇന്ന് സാധാരണക്കാർക്ക് മനസ്സ് തുറക്കാൻ കഴിയുന്നില്ല. അവരെ എതിർക്കുന്നവർ സ്വന്തം ജീവൻ പോലും നഷ്ടമാവും എന്നുള്ള ഒരു രീതിയാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ നൂറുകണക്കിന് പ്രവർത്തകരെയാണ് കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലപ്പെടുത്തിയിട്ടുള്ളത്. 2016 കണ്ണൂരിൽ PV സുജിത്തിനെ അമ്മയുടെ മുന്നിൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം നമ്മൾ മറന്നിട്ടില്ല. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും അക്രമത്തിലും രക്തച്ചൊരിച്ചിലുമാണ് ഏർപ്പെട്ടുള്ളത്. ഇന്ത്യയിലും സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും അക്രമത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി കേരളത്തിൽ BJP RSS പ്രവർത്തകർ നേരിടുന്ന പീഡനം മനസ്സിലാക്കണമെങ്കിൽ സദാനന്ദ് മാസ്റ്റർജിയുടെ കഥ മാത്രം നോക്കിയാൽ മതി. CPM-ന്റെ അനുയായികൾ സദാനന്ദ് മാസ്റ്റർജിയുടെ 2 കാലുകളുമാണ് മുറിച്ചു മാറ്റിയത്. हिंसा के लिए केरलम की पहचान कम्युनिस्टों ने बनाई है, हमें इसे बदलना होगा और हम चाहते हैं कि केरलम प्रगति के रास्ते पर जाना चाहिए और विकास के लिए जाना चाहिए और इंडस्ट्री के लिए जाना चाहिए। LDF और UDF दोनों പൊളിറ്റിക്കൽ അപ്പീസ്മെന്റ് पर टिकी हुई हैं। കമ്മ്യൂണിസ്റ്റുകാരും ഇപ്പോൾ കേരളത്തിന്റെ ഐഡന്റിറ്റി അക്രമം എന്നുള്ള രീതിയിലേക്ക് സൃഷ്ടിച്ചു കഴിഞ്ഞു. നമുക്കത് മാറ്റണം. കേരളം പുരോഗതിക്കും വികസനത്തിനും വ്യവസായത്തിനും വേണ്ടിയുള്ള പേരാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. LDF-ന്റെയും UDF-ന്റെയും രാഷ്ട്രീയം പ്രീണനത്തിന് അടിസ്ഥാനം ഉള്ളതാണ് ഇപ്പോൾ നടക്കുന്നത്. आपको मुनम्बम की घटना अच्छी तरह याद होगी, ऐसा मैं मानता हूं कि कैसे 600 से ज्यादा परिवारों को वक्फ बोर्ड के फैसलों के कारण बेदखली का सामना करना पड़ा था। और ये बड़े दुख की बात है कि इन परिवारों के अधिकारों की रक्षा करने के बजाय LDF और UDF ने अपना वोट बैंक चुना, उन परिवारों को उनके हाल पर छोड़ दिया गया। हम ऐसे सभी अन्याय से लड़ने के लिए वक्फ अमेंडमेंट बिल लेकर आए ताकि पूरे देश में ऐसा कभी न हो सके, गरीब लोगों की जमीनें छीनी न जा सकें। लेकिन LDF और UDF दोनों ने उसका विरोध किया। संसद में चर्चा या मतदान होने से पहले ही LDF और UDF ने इस बिल के खिलाफ प्रस्ताव पारित कर दिया। यह दिखाता है कि जब बात वोट बैंक की आती है तो ये दोनों दल कितनी जल्दी एक साथ खड़े हो जाते हैं। മുനമ്പം സംഭവം നമ്മൾ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? വഖഫ് ബോർഡിന്റെ തീരുമാനങ്ങൾ കാരണം 600-ലധികം കുടുംബങ്ങൾ കുടിയേർക്ക് പെടും എന്നുള്ള ഒരു ഭീഷണിയിലേക്ക് അവിടെ വന്നിരുന്നു. അത് നമ്മൾ ആരും മറന്നിട്ടില്ല. ഈ കുടുംബങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് പകരം LDF-ഉം UDF-ഉം അവരുടെ വോട്ട് ബാങ്ക് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. അവസാനം ആ കുടുംബങ്ങൾക്ക് സ്വന്തം രക്ഷ സ്വന്തമായിട്ട് തന്നെ നേടേണ്ടി വന്നു. രാജ്യത്തിനുടനീളം ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇത്തരം എല്ലാ അനീതികൾക്കെതിരെ പോരാടുന്നതിനു വേണ്ടി നമ്മൾ വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവന്നു. പാവപ്പെട്ടവരുടെ ഭൂമി തട്ടിയെടുക്കാൻ കഴിയില്ലായിരുന്നു ആ ബില്ലിന് പ്രകാരം. എന്നാൽ LDF-ഉം UDF-ഉം അതിനെ എതിർത്തു. ബിൽ പാർലമെന്റിൽ ചർച്ച ചെയ്യാനോ വോട്ട് ചെയ്യാനോ കഴിയുന്നതിന് മുമ്പ് തന്നെ LDF-ഉം UDF-ഉം അതിനെതിരെ ഒരു പ്രമേയം പാസാക്കി. വോട്ട് ബാങ്ക് വിഷയങ്ങളിൽ ഈ 2 പാർട്ടികളും എത്ര വേഗത്തിലാണ് ഒത്തുചേരുന്നത് എന്ന് നമ്മൾ കാണുന്നു. आज केरलम में एक्सट्रीमिज्म का खतरा मंडरा रहा है। केरलम के कई नौजवान इस एक्सट्रीमिज्म के शिकार हो रहे हैं और यह हो रहा है क्योंकि LDF और UDF दोनों ही यहां अपीसमेंट की पॉलिटिक्स कर रहे हैं। आज सवाल साफ है कि केरल को जमायते इस्लामी से कौन बचाएगा, PFI से कौन बचाएगा, FDPI से कौन बचाएगा। LDF और UDF इस एक्सट्रीमिज्म के खिलाफ कुछ नहीं करेंगे। अगर कोई पार्टी केरल को इस डिविसिव एजेंडे से बचा सकती है तो वह केवल और केवल भारतीय जनता कर सकती है। इसलिए अगर केरलम को विकास के रास्ते पर ले जाना है तो इस बार भाजपा ही अकेले यह अल्टरनेटिव है, NDA ही अल्टरनेटिव है। ഇന്ന് കേരളത്തിൽ തീവ്രവാദി ഭീഷണി വളരെ വലുതാണ്. കേരളത്തിലെ നിരവധി യുവാക്കൾ ഈ തീവ്രവാദത്തിന് ഇരയാകുന്നു. LDF-ഉം UDF-ഉം പ്രീണന രാഷ്ട്രീയം പ്രയോഗിക്കുന്നുണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇന്ന് ചോദ്യം വളരെ വ്യക്തമാണ്. ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് കേരളത്തെ ആര് രക്ഷിക്കും? PFI-യിൽ നിന്ന് ആര് രക്ഷിക്കും? SDPI-യിൽ നിന്ന് ആര് രക്ഷിക്കും? LDF-ഉം UDF-ഉം ഈ തീവ്രവാദത്തിനെതിരെ ഒന്നും ചെയ്യില്ല. കാരണം അത് അവരുടെ വോട്ട് ബാങ്കിനെ അപകടത്തിലാക്കും.
ഏതെങ്കിലും പാർട്ടിക്ക് അവരുടെ വിഘടന അജണ്ടയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അത് BJP മാത്രമാണ്. അതിനാൽ കേരളത്തിന്റെ വികസനത്തിന് പാതയിലേക്ക് നയിക്കണമെങ്കിൽ ഇത്തവണ BJP മാത്രമാണ് ഏക പോംവഴി. जो कांग्रेस खुद को संविधान और सेकुलरिज्म का सबसे बड़ा रक्षक बताती फिरती है, वही कांग्रेस अपीजमेंट और अपॉर्चुनिज्म की पॉलिटिक्स में किस हद तक गिर चुकी है, यह केरल की जनता अच्छी तरह देख रही है. कांग्रेस ने निलंबूर विधानसभा उपचुनाव में खुलकर जमायते इस्लामी जैसे संगठन का समर्थन किया है. और याद कीजिए, कांग्रेस के ही नेता ओमेन चांडी तक भी इस संगठन को खतरनाक और राष्ट्र विरोधी बताते थे. सोशल डेमोक्रेटिक पार्टी ऑफ इंडिया के बारे में अक्सर कहा जाता है उसका संबंध बैंड पॉपुलर फ्रंट ऑफ इंडिया से है, लेकिन कांग्रेस मंजेश्वरम में उसके सहारे चुनाव जीतने की तैयारी कर रही है. ഭരണഘടനയും മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ സംരക്ഷകർ എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് പ്രീരണത്തിന്റെയും അവസരവാദത്തിന്റെയും രാഷ്ട്രീയത്തിലേക്ക് എത്രത്തോളം വീണു എന്ന് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനയെ കോൺഗ്രസ് പരസ്യമായാണ് പിന്തുണ സ്വീകരിച്ചത്. കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടി പോലും ഈ സംഘടനയെ അപകടകരവും ദേശവിരുദ്ധമാണ് എന്ന് വിളിച്ചിരുന്നത് നമ്മൾ ഓർക്കുക. SDPI നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധമുണ്ടെന്ന് പലപ്പോഴും അറിയപ്പെടുന്നു. എന്നിരുന്നാലും മഞ്ചേശ്വരത്തെ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ കോൺഗ്രസ് അവരുടെ പിന്തുണ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. बहनों भाइयों, मैं भी दावे के साथ कहना चाहता हूं कि केरल की जनता अब परिवर्तन का मन बना चुकी है. अब न ही LDF को स्वीकार करेगी और न UDF को स्वीकार करेगी. आने वाले विधानसभा में भारतीय जनता पार्टी को क्लियर मेजॉरिटी मिलेगी. എനിക്ക് ഉറച്ച വിശ്വാസത്തിൽ എനിക്ക് പറയാൻ സാധിക്കും, കേരളത്തെ ജനങ്ങൾ ഇപ്പോൾ മാറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി LDF ഇല്ല, ഇനി UDF ഇല്ല. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുക തന്നെ ചെയ്യും. वर्ष 2024 में सुरेश गोपी जी की जीत के साथ केरलम की राजनीति में एक हिस्टोरिकल चेंज की शुरुआत हुई थी. तब हमने यहां पहली बार लोकसभा के चुनाव में कोई सीट जीती थी. और अभी हाल में तिरुवनंतपुरम के लोकल बॉडी पोल्स में भी भाजपा ने जीत हासिल की है. लेकिन अभी हमें संतुष्ट होकर नहीं बैठना है. इथु थुड़क्कम मात्रम अनु. 2024 സുരേഷ് ഗോപിജിയുടെ വിജയത്തോടെ കേരള രാഷ്ട്രീയത്തിൽ ഒരു ചരിത്രപ്രദമായ മാറ്റമാണ് സംഭവിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഇവിടെ ഒരു സീറ്റ് നേടിയതായിരുന്നു അത്. ഇപ്പോൾ അടുത്തിടെ ഇവിടെ തിരുവനന്തപുരത്ത് നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചു. പക്ഷെ നമ്മൾ സംതൃപ്തർ ആകരുത്. ഇത് ഒരു തുടക്കം മാത്രമാണ്. इन सभी अचीवमेंट्स का श्रेय RSS और भाजपा के केरलम के कार्यकर्ताओं को जाता है. अपनी जान पर खेलकर, अब अपना सर्वस्व देकर उन्होंने यहां नेशन फर्स्ट की भावना से काम किया है, पार्टी को मजबूत किया है. आज मैं उन भाजपा और RSS के उन सैकड़ों कार्यकर्ताओं को नमन करता हूं जिन्होंने केरलम में अपनी जान देकर पार्टी को सींचा. ഈ നേട്ടങ്ങളെല്ലാം അർഹതപ്പെട്ടത് കേരളത്തിലെ RSSും BJP പ്രവർത്തകരുമാണ്. ജീവൻ പണയപ്പെടുത്തി എല്ലാം സമർപ്പിച്ചുകൊണ്ട് അവർ രാഷ്ട്രമാദ്യം എന്ന മനോഭാവത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പാർട്ടിയെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ ജീവൻ ത്യാജിച്ചുകൊണ്ട് പാർട്ടിയെ വളർത്തിയ നൂറുകണക്കിന് BJP RSS പ്രവർത്തകരെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. साथियों, आज केरलम की स्थिति बहुत ही गंभीर है. नेशनल क्राइम रिकॉर्ड्स की नेशनल क्राइम रिकॉर्ड्स ब्यूरो की अगर रिपोर्ट देखें तो पता लगता है कि यहां की सरकार बिल्कुल फेल हो गई है. लॉ एंड ऑर्डर का बुरा हाल है. 2023 में केरलम देश के सभी राज्यों में सबसे ज्यादा अपराध दर वाला राज्य बन गया है. केरल की महिलाओं के खिलाफ लगातार अपराध बढ़ रहे हैं. बच्चों के खिलाफ अपराध के मामले भी केरलम में लगातार बढ़ रहे हैं. यहां साइबर क्राइम तेजी के साथ बढ़ रहा है. यह मैं नहीं कह रहा हूं, बल्कि यह आंकड़े कह रहे हैं. കേരളത്തിലെ ഇന്നത്തെ സ്ഥിതി വളരെ ഗുരുതരമാണ്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പരിശോധിച്ചാൽ ഇവിടുത്തെ സർക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടതായി നമുക്ക് കാണാം. ക്രമസമാധാനം മോശം അവസ്ഥയിലാണ്.
2023 രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം നടക്കുന്ന സംസ്ഥാനമായി കേരളം മാറി. കേരളത്തിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു. കുട്ടികൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ കേസും തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈബർ കുറ്റങ്ങൾ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനല്ല ഇത് പറയുന്നത്, ഇത് കണക്കുകളാണ് ഇത് പറയുന്നത്. सोचिए, आज जिस केरल को कभी सामाजिक जागरूकता के लिए जाना जाता था, आज वही राज्य अपराध के मामलों में सबसे ऊपर पहुंच गया है। वह राज्य आज नशे की गिरफ्त में है। यह सब केरलम सरकार की नाकामी का ही नतीजा है। और बहनों भाइयों, आज समय है चेंज का, आज समय है बदलाव का। हमें ऐसी सरकार चाहिए यहां के लॉ एंड ऑर्डर की सिचुएशन को मजबूत करे और क्रिमिनल्स के अंदर डर पैदा करे और हर सिटीजन को सुरक्षा की गारंटी दे। ഒരു കാലത്ത് സാമൂഹിക അവബോധത്തിന് പേരുകേട്ട കേരളം ഇപ്പോൾ കുറ്റങ്ങളുടെ കാര്യത്തിലാണ് ഒന്നാം സ്ഥാനത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംസ്ഥാനം ഇപ്പോൾ മയക്കുമരുന്ന് ആസക്തിയുടെ പിടിയിലാണ്. ഇതെല്ലാം കേരള സർക്കാരിന്റെ പരാജയമാണ്. ഇന്ന് മാറ്റത്തിനുള്ള സമയമാണ്. ക്രമസമാധാനം ശക്തിപ്പെടുത്തുന്ന, കുറ്റവാളികളിൽ ഭയം ജനിപ്പിക്കുന്ന, ഓരോ പൗരനും സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു സർക്കാരാണ് നമുക്ക് ആവശ്യം. मेरे बहनों भाइयों, मैं आपको आश्वस्त करके जाना चाहता हूं कि केरलम अब ब्रह्मा युगम से निकलकर सत युगम में जाने वाला है। और यह भी मैं आपको बतलाना चाहूंगा कि दशकों तक लेफ्ट डेमोक्रेटिक फ्रंट और यूनाइटेड डेमोक्रेटिक फ्रंट दोनों के शासनकाल में केरल का फ्यूचर लगा। 2 സിലിണ്ടർ നമ്മൾ ഓണത്തിനും ക്രിസ്മസിനും ഫ്രീ ആയിട്ട് നൽകും. और महिलाओं को 3000 रुपीज पर मंथ और सभी सीनियर सिटीजन्स को भी यह सुविधा मिलेगी. ക്ഷേമ പെൻഷൻ നമ്മൾ പാവപ്പെട്ട സ്ത്രീകൾക്കും വിധവകൾക്കും 70 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്കും 3000 രൂപ നമ്മൾക്ക് നൽകും. और हर मलयाली सिटीजन को आयुष्मान भारत कार्ड के माध्यम से प्रतिवर्ष 5 लाख रुपए के मुफ्त इलाज की सुविधा मिलेगी. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ എല്ലാ മലയാളികൾക്കും ഒരു വർഷം 5 ലക്ഷം രൂപയുടെ ചികിത്സാ സൗകര്യം നമ്മൾ നൽകും. और हाई स्पीड कॉरिडोर फ्रॉम थिरुवनंतपुरम टू कंडूर बनाएंगे और केरल में पहला एम्स भी बनाएंगे. ഹൈ സ്പീഡ് കോറിഡോർ തിരുവനന്തപുരം തൊട്ട് കണ്ണൂരും ചെയ്യും. എയിംസും കേരളത്തിൽ വരും. प्लांटेशन और फार्मिंग को सपोर्ट देने के लिए लैंड एंड फॉरेस्ट लॉज को हम अमेंड करेंगे. തോട്ടം മേഖലയിലെ നിയമങ്ങളും വന നിയമങ്ങളും ഭേദഗതി ചെയ്ത് പ്ലാന്റേഷൻ ഭൂമികളിൽ ഇടവിള കൃഷി, മൾട്ടി ക്രോപ്പ് അഗ്രികൾച്ചർ നടത്തുവാനുള്ള അവസരങ്ങൾ നമ്മൾ നൽകും. हर बीपीएल फैमिली को ग्रॉसरीज खरीदने के लिए, यानी नमक, प्याज, अन्य सारी चीजें, हल्दी, या खरीदने के लिए 2500 रुपया देंगे. എല്ലാ പാവപ്പെട്ട ഫാമിലികൾ, അതായത് BPL ഫാമിലികൾക്ക് ഭക്ഷ്യ സുരക്ഷയ്ക്ക് വേണ്ടി 2500 രൂപ എല്ലാ മാസവും നമ്മൾ നൽകും. अब बहुत बड़ी बात मैं बोले जा रहा हूं, वेरी इंपॉर्टेंट थिंग. सबरीमाला गोल्ड थेफ्ट में हम टाइम बाउंड CBI इंक्वायरी कराएंगे. ശബരിമല വിഷയത്തിൽ സമയമായിട്ടുള്ള CBI അന്വേഷണം നടത്തി കുറ്റവാളികൾ നമ്മൾ കൊണ്ടുവരും, അവർക്ക് ശിക്ഷ നൽകും. इसीलिए मैं आप सबसे ही अपील करना चाहता हूं कि मेरे दोस्तों, आप बीजेपी को, एनडीए को अपना वोट करें और केरलम में एक नई स्टोरी लिखने के लिए आप तैयार हो जाएं. इन्हीं शब्दों के साथ आप सबको धन्यवाद देते हुए अपना निवेदन समाप्त करता हूं. एक बार बोलिए, भारत माता की जय, भारत माता की. बहुत बहुत धन्यवाद.
നന്ദി സ്വീകരണത്തിന് നന്ദി പറയുവാനായി നെടുമങ്ങാട് നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ശ്രീ യുവരാജ് ഗോകുൽ അവരുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ റൈച്ചേട്ടൻ, ഇവിടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നമ്മുടെ ആരാധ്യനായ പ്രതിരോധ വകുപ്പ് മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ജി, ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ വിവേക് ഗോപൻ, ശ്രീ വേണുകാർണവർ, ഒപ്പം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല, ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് വേണ്ടി BJPക്ക് വേണ്ടി വോട്ട് ചോദിക്കുകയാണ്. നമ്മൾ BJPക്ക് വേണ്ടി വോട്ട് ചോദിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഈ നാടിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി കൂടിയാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത്. കാരണം നമ്മൾ ആർക്കെതിരെയാണ് വോട്ട് ചോദിക്കുന്നത് എന്നുള്ളത് കൂടി ഇവിടെ പ്രധാനമാണ്. ആർക്കെതിരെയാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഒരു നാണവും ഇല്ലാതെ വാങ്ങി മത്സരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെതിരെയാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത്. നമ്മൾ SDPI-കാരനെതിരെയാണ് വോട്ട് ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു നാണവും ഇല്ലാതെ SDPI-കാരന്റെ പിന്തുണ കിട്ടിയാലും സ്വീകരിക്കും എന്ന് പറയുന്ന ഇടതുപക്ഷക്കാരനെതിരെയാണ് നമ്മൾ ഇവിടെ മത്സരിക്കുന്നത്. PM ശ്രീ പദ്ധതി അട്ടിമറിച്ച CPI-ക്കെതിരെയാണ് നമ്മൾ മത്സരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ഉണ്ടാകേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്ന PM ശ്രീ എന്ന പദ്ധതി അട്ടിമറിച്ച GR അനിൽ നേതൃത്വം നൽകുന്ന CPI-ക്കെതിരെയാണ് നമ്മൾ മത്സരിക്കുന്നത്. ഈ രാഷ്ട്രത്തെ നശിപ്പിക്കുവാൻ വേണ്ടി നടക്കുന്ന മുഴുവൻ ശക്തികൾക്കെതിരെയുമാണ് നമ്മൾ മത്സരിക്കുന്നത്. ഇവിടെ ഈ നാട്ടിലെ സാധാരണക്കാരനായിട്ടുള്ള സഖാക്കൾക്ക് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത്. കാരണം SDPI-കാരന്റെ തിണ്ണനിറങ്ങാൻ പോയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾക്കെതിരെ അച്ചടക്കത്തിന്റെ വാൾമുന കാരണം ശബ്ദിക്കുവാൻ കഴിയാതെ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള സഖാക്കൾക്ക് കൂടി വേണ്ടിയാണ് നമ്മൾ ഇവിടെ മത്സരിക്കുന്നത്. സീറ്റ് പണയം വെച്ചത് കൊണ്ട് മാത്രം തലകുനിച്ച് ഇവിടെ നിൽക്കേണ്ടി വരുന്ന സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത്. അപ്പോ ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ വോട്ട് ചോദിക്കുന്നത് BJPക്ക് വേണ്ടിയിട്ടോ BJP പ്രവർത്തകർക്ക് വേണ്ടിയിട്ടോ മാത്രമല്ല, ഈ നാട്ടിൽ അഭിമാന ബോധത്തോടു കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ സാധാരണക്കാരന് വേണ്ടിയിട്ടും, ഓരോ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരന് വേണ്ടിയിട്ടും, ഓരോ സാധാരണ കോൺഗ്രസ്സുകാരന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ മത്സരിക്കുന്നത്. അപ്പോ ജയം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒന്നാണ്. മെയ് 4-ാം തീയതി നെടുമങ്ങാട് നിയോജക മണ്ഡലം രാഷ്ട്രീയ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ചരിത്രം സൃഷ്ടിക്കുവാൻ പോവുകയാണ്. അതിനുള്ള മുന്നൊരുക്കം മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടിത്തട്ടിൽ അത്രയും ഭംഗിയായി തന്നെ നമ്മുടെ ജോലി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. അരുവിക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ശ്രീ വിവേക് ഗോപൻ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും ഇവിടെ ഒത്തുവിട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. യുവരാജ് പറഞ്ഞതിനപ്പുറം വേറെ വാക്കുകളൊന്നുമില്ല. നമ്മൾ വോട്ട് ചോദിക്കുന്നത് സാധാരണക്കാർക്കായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ നാടിന്റെ നാളേക്ക് വേണ്ടിയിട്ട് വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ ഓരോരുത്തരും വോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനി ഈ വരുന്ന മന്ത്രിസഭ നിസ്സംശയം ഭാരതീയ ജനതാ പാർട്ടിയുടെ പിന്തുണ ഇല്ലാണ്ട് വേറെ ആർക്കും ഭരിക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് ഊന്നി ഇവിടെ അടിവരയിട്ട് പറയാൻ സാധിക്കും. കൂടുതലായിട്ടൊന്നും പറയാനില്ല, അടുത്ത ആൾക്കാരും പ്രസംഗിക്കാനായിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഭാരത് മാതാ കേ ബോലോ, ഭാരത് മാതാ കേ. വാമനപുരം നിയോജക മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഘടകകക്ഷിയായിട്ടുള്ള BDJS-ന്റെ സ്ഥാനാർത്ഥി ശ്രീ അഡ്വക്കേറ്റ് ശ്രീ വേണുകാർണവർ നമ്മളോട് സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട ദേശസ്നേഹികളെ, ഈ ഇലക്ഷൻ കഴിയുമ്പോൾ
വാമനപുരത്തും ഒരുപക്ഷെ തങ്കലിപികളാൽ എഴുതപ്പെടുന്ന ഒരു റിസൾട്ട് തീർച്ചയായും ഉണ്ടാകും. അവിടെ നിങ്ങളിവിടെ ഇരിക്കുന്നവർ കൂടുതലും നെടുമങ്ങാടുകാരാണ്. നിങ്ങളുടെ സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ വാമനപുരത്തുണ്ടാവും. അവരെല്ലാം എനിക്ക് വേണ്ടി, അഡ്വക്കേറ്റ് വേണു കാരണവർക്ക് വേണ്ടി, BDJS വേണ്ടി ഘടകകക്ഷിയായി മത്സരിക്കുന്ന, തെങ്ങുംതോപ്പ് ചിഹ്നത്തിൽ മത്സരിക്കുന്ന എനിക്ക് വേണ്ടി വോട്ട് നൽകണം. വാമനപുരത്തും എനിക്ക് മുന്നേ സംസാരിച്ച എല്ലാ ഫാക്ടറികളുമുണ്ട്. അവിടെ സാധാരണക്കാരായ കോൺഗ്രസ്സുകാരനും സാധാരണക്കാരനായ കമ്മ്യൂണിസ്റ്റുകാരനും ദേശത്തെ സ്നേഹിക്കുന്നവരും എനിക്ക് വോട്ട് നൽകും. നമ്മൾ വിജയിക്കും, NDA ഭരിക്കും. വേദിയിൽ ഒട്ടനവധി പേർ സംസാരിക്കാനുണ്ട്. എന്നിരുന്നാലും ഏറെ വൈകിയത് കൊണ്ട് ഈ സമാപനത്തിന് നന്ദി പറയുവാനായി ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ബാലമുരളി അവർകളെ നന്ദി പറയാനായി ക്ഷണിച്ചുകൊള്ളുന്നു. റോഡ് ഷോ അടക്കം ഈ സമ്മേളനത്തിൽ സംബന്ധിച്ച മുഴുവൻ പ്രവർത്തകർക്കും നല്ലവരായ നാട്ടുകാർക്കും ഒപ്പം നമ്മുടെ ആദരണീയരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ശ്രീ യുവരാജ് ഗോകുൽ, അതേപോലെ വിവേക് ഗോപൻ, ശ്രീ വേണു കാർണവർ, നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ റജികുമാർ തുടങ്ങി മുഴുവൻ പാർട്ടിയുടെ നേതാക്കന്മാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. യോഗ നടപടികൾ അവസാനിക്കുന്നു.